എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിലേക്ക് കിടക്കുകയാണ്. ആദരണീയനായ സുവർണരേഖയുടെ സംഘാടകരെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഈ രാമായണ മാസം തീരാൻ പോവുകയാണ്. ഒരു ഇതിഹാസത്തിന്റെ പുനർവായന എന്ന് പറയുന്നത് എല്ലാ വർഷവും നമ്മൾ രാമായണ പാരായണം നടക്കുന്നുണ്ട്. രാമായണ പാരായണത്തിൽ പല ചർച്ചകളും നടക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ ഈ ഇതിഹാസം എത്രത്തോളം മനുഷ്യനെ മനസ്സിലാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ മനുഷ്യൻ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്ന് പലപ്പോഴും എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പൊ ഈ ഗ്രാമാന്തരങ്ങളിലുള്ള ക്ഷേത്രങ്ങളിൽ ഇങ്ങോട്ട് തുടങ്ങിയാൽ സംഘടനകളെല്ലാം വീടുകളിലൊക്കെ രാമായണ പാരായണം ചെയ്യുന്നുണ്ട് വർഷങ്ങളായിട്ട്. ഈ ഇതിഹാസത്തിന്റെ പിറവി തന്നെ ആരാണ് യഥാർത്ഥ മനുഷ്യൻ എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് നാരദൻ എന്ന് പറയുന്ന മഹർഷിയും അതുപോലെ വാൽമീകി എന്ന് പറയുന്ന ഋഷിയും എഴുത്തുകാരന്, കാവ്യകാരനാണ്. ഈ കാവ്യകാരനും നാരദനും തമ്മിലുള്ള ചർച്ചയിൽ ഉയർന്നു വന്ന യഥാർത്ഥ മനുഷ്യൻ ആരാണ് എന്നുള്ള ഒരു ചിന്ത. ആരാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന വാക്കിന് അർത്ഥമാകുന്നത്, അല്ലെങ്കിൽ പൂർണ്ണനായ ദ കംപ്ലീറ്റ് മാൻ എന്ന് നമുക്ക് ഭൂമിയിൽ ആരെയാണ് വിളിക്കാൻ പറ്റുക എന്നൊരു ചോദ്യം വന്നതിന്റെ മറുപടിയാണ് രാമായണം. പൂർണ്ണനായ മനുഷ്യൻ ആരാണ്? ഈ പൂർണ്ണനായ മനുഷ്യനായിട്ട് രാമനെ വാൽമീകി പൂർണ്ണനായ മനുഷ്യനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അത് നമ്മൾ രാമന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അക്കാഡമിക് ഇൻട്രസ്റ്റിൽ കടന്നു പോകണം. ഭക്തിയുടെ ഭാവത്തിൽ നിന്നുകൊണ്ട് ക്ഷേത്രാങ്കണങ്ങളിൽ അല്ലെങ്കിൽ വീടുകളിൽ നിലവിളക്ക് തെളിച്ച് രാമായണം വായിക്കുന്നത് പോലെ ഞാൻ വായിക്കാറില്ല. ബിക്കോസ് ഞാനൊരു പഠിതാവാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എൻ്റെ ലൈബ്രറിയിൽ രാമായണത്തെ കുറിച്ചുള്ള പഠനങ്ങൾ, രാമായണമൊക്കെ ഇരിക്കുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിക്കും. ഈ ചില ചാനലുകളൊക്കെ വിളിച്ച് ഇതിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ തരാനൊക്കെ പറയാറുണ്ട്. ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ നമ്മൾ വായിക്കുമ്പോൾ പൂർണ്ണനായ മനുഷ്യന് വേണ്ടിയിട്ടുള്ള കുറെ ക്വാളിറ്റീസ് ആണ് രാമായണത്തിലൂടെ, രാമനിലൂടെ വർണ്ണിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് മാൻ, ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ പൂർണ്ണം. അതാണ് പിന്നീട് നമുക്കിപ്പോ ജയിച്ചേട്ടൻ പാരായണം ചെയ്ത അധ്യാത്മ രാമായണം എന്ന് പറയുന്ന ഗ്രന്ഥം, അതിൽ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് പറയുന്നത്. അത് മൂലകൃതി എന്ന് പറയുന്ന വാൽമീകി രാമായണമല്ല, വ്യാസരാമായണം എന്ന് പറയുന്ന രാമായണത്തിന്റെ ആ മൂലകൃതിയിൽ നിന്നും നമ്മുടെ ഭാഷാപിതാവായ എഴുത്തച്ഛൻ രൂപപ്പെടുത്തിയിരിക്കുന്ന രാമായണമാണ് നമുക്ക് മലയാളികൾക്ക് അധ്യാത്മ രാമായണം എന്ന് പറയുന്ന ഒരു ഈശ്വരീയ ഭാവത്തോടു കൂടി കിട്ടിയ രാമായണം. അതിനപ്പുറം നിന്നുകൊണ്ട് വാൽമീകി ചിത്രീകരിച്ചത് പൂർണ്ണനായ മനുഷ്യനെ സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യനെ കാഴ്ചവെക്കുന്ന രാമായണമാണ്. അപ്പൊ അതില് ധാരാളം കഥാപാത്രങ്ങൾ, ഇപ്പോ ഈ ജയിച്ചേട്ടൻ വായിച്ച പാരായണം ചെയ്ത ഭാഗം ലക്ഷ്മണോപദേശമാണ്. അധ്യാത്മരാമായണത്തിലെ വത്സസൗമിത്രേ കുമാരകൾക്ക് മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. ഇത് ഈ അച്ഛൻ മകനോട് പറയുമല്ലോ, വനത്തിലേക്ക് പൊക്കോളം പറയുമ്പോൾ ഒരു രാജകുമാരനോട് തലേ ദിവസം വരെ പറഞ്ഞത്, ഇതാ നാളെ നിനക്ക് പട്ടാഭിഷേകമാണ്, രാജ്യം തരാൻ പോകുന്നു, രാജാവായി അയോധ്യയുടെ രാജധാനി നിന്നെ ഏൽപ്പിക്കാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ടാണ് തലേ ദിവസം വരെ എഴുതുന്നത്. പിറ്റേ ദിവസം വിളിച്ചിട്ട് പറയുകയാണ്, രാജാധികാരം ഇല്ല, വിട്ടോ വനത്തിലേക്കെന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് കാര്യം മനസ്സിലായി, രാമനെ കാര്യം മനസ്സിലായി. അതുകൊണ്ടാണ് ഈ വാൽമീകി കംപ്ലീറ്റ് മാൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. പൂർണ്ണനായ മനുഷ്യൻ എന്ന ഏത് തകർച്ചയിലും പതറാതെ നിന്നുകൊണ്ട് അതിന്റെ വസ്തുതകളെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം നയിക്കാൻ ആർക്ക് കഴിയുന്നു, അവര് ജീവിതത്തിൽ വിജയിക്കും. അതില് നമ്മൾ നേട്ടങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ്. നേടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ജനിച്ചത് എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ അക്കാഡമികളിലും കുട്ടികളെ വളർത്തുന്നത്. നമ്മൾ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്, അല്ലെങ്കിൽ ജനിച്ചവരാണ്, നേടുവാൻ വേണ്ടി ജനിച്ചവരാണ്. പക്ഷെ ഈ നേടുമ്പോഴും വിട്ടുകൊടുക്കാനുള്ള മനസ്സുകളെ വളർത്തിയെടുക്കാൻ ഉള്ള ഒരു ശീലം മനുഷ്യന് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സ്വസ്ഥതയാണ്. അവിടെയാണ് ഇപ്പൊ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ പുതിയൊരു ലിവിങ് സ്റ്റൈൽ വന്നിട്ടുണ്ട്, മിനിമലിസം എന്ന് പറയും.
ഈ മിനിമലിസം അനാദികാലം മുതൽ ഭാരതത്തിൽ ഉണ്ടായതാണ്. ഈശാവാസ്യോപനിഷത്ത് തുടങ്ങുന്നത് അങ്ങനെയാ. ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാൻ ജഗത്തേന തക്തേന ഭുഞ്ചീത എന്ന് പറയുന്നത്. നിനക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക, ബാക്കിയൊന്നും എടുക്കാൻ നോക്കരുത് എന്നാണ്. ഇതാണ് മിനിമലിസം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഫിലോസഫിക്കലായിട്ടുള്ള ഡോക്ടറിൻസിൽ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും രാമായണത്തിലൂടെയുള്ള കഥാപാത്രങ്ങളിൽ ഞാൻ പറഞ്ഞു വന്നു, ഈ ലക്ഷ്മണൻ എന്ന് പറയുന്ന സ്വന്തം അനുജൻ ഭയങ്കര ക്രൂരനായിട്ട് നിന്നുകൊണ്ട് പറയും, ഈ വൃദ്ധനായ രാജാവിനെ, അതായത് അച്ഛനെ കുറിച്ചാണ് പറയുന്നത്, ഈ വൃദ്ധനായ മനുഷ്യനെ ഞാൻ പിടിച്ച് കാരാഗൃഹത്തിൽ അടച്ചു തരാം, അങ്ങ് രാജ്യം ഭരിച്ചോ, ഒട്ടും ഒരു വനത്തിലേക്ക് പോകണ്ട, ഇയാൾക്ക് ഭ്രാന്താണ്, ഇയാൾ ഈ വയസ്സുകാലത്ത് ഉള്ള തോന്നിവാസമൊക്കെ വിളിച്ചു പറയുന്നതാണ്, ഇയാളെ പിടിച്ച് അകത്താക്കി തരാം എന്ന് പറയുമ്പോൾ അത്ര ദേഷ്യത്തോടു കൂടി നിൽക്കുന്ന സഹോദരനോട് ജ്യേഷ്ഠനായ രാമൻ പറയുന്നതാണ്, വത്സ സൗമിത്രേ, അല്ലയോ സുമിത്രാത്മജ, കുമാര കേൾക്ക നീ മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. അവിടെയാണ് ലക്ഷ്മണോപദേശം. അങ്ങനെ സ്വന്തം ചേർന്ന് നിൽക്കുന്ന അനുജൻ എനിക്ക് വേണ്ടിയിട്ടല്ല, ഈ ചക്രവർത്തി പദം പിടിച്ചു കൊടുക്കാന്ന് പറയുന്നത്, അതുപോലെ വേണ്ട, അത് തെറ്റാണ് എന്ന് സഹോദരനെ ബോധ്യപ്പെടുത്തുന്ന ധർമ്മബോധം. ഇതാണ് ഈ രാമനിലൂടെ ഇങ്ങനെയുള്ള ധാരാളം അവസ്ഥകള് രാമായണത്തില് ഈ ഇദ്ദേഹം ചിത്രീകരിക്കുന്നുണ്ട്. വാൽമീകി രാമനെ കഥാപാത്രമായിക്കൊണ്ട്. ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ അരമണിക്കൂർ കൊണ്ട് ഒരു കഥാപാത്രത്തെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അനേക കഥാപാത്രങ്ങളാണ് മനുഷ്യ ജീവിതവുമായിട്ട് സംവദിക്കുന്ന, മനുഷ്യന്റെ ജീവിതത്തെ ധാരാളം മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന തരത്തിലുള്ള ഇതിഹാസങ്ങളും സാഹിത്യവും. ഇപ്പൊ ഈ സാഹിത്യത്തിനൊന്നും വലിയ പ്രസക്തിയില്ലല്ലോ. കവിത ചൊല്ലുക, കവിത കേൾക്കുക, കവിത എഴുതുക, അതുപോലെ സാഹിത്യം പഠിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്തോ അബദ്ധം നിറഞ്ഞ ധാരണയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ലോകമാണ് ഇത്. BA ലിറ്ററേച്ചറിന് പഠിക്കുക എന്ന് പറയുമ്പോണ്ടല്ലോ, ആൾക്കാർ ആദ്യം ചോദിക്കുന്നത് ജോലി കിട്ടുമോ എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ചോദ്യം. BA ലിറ്ററേച്ചർ പഠിച്ചാൽ, അല്ലെങ്കിൽ MA ലിറ്ററേച്ചർ കഴിഞ്ഞാൽ, മലയാള സാഹിത്യം പഠിച്ചു കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സാഹിത്യത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചാല് ജോലി കിട്ടുമെന്നുള്ള ചോദ്യമാണ്. ആകെ കിട്ടാനുള്ള ജോലി എന്ന് പറയുന്നത് അധ്യാപക വൃത്തിയാണെന്ന് പറയാം. പക്ഷെ അതിൽ നിന്നൊക്കെ അപ്പുറം അവൻ ജീവിക്കാൻ പഠിക്കുമെന്നുള്ളതാണ്. ഈ ലോകത്ത് ഈ ശാസ്ത്രബോധം എന്ന് പറയുന്നത്, ഇന്ന് മനുഷ്യൻ പറയുന്നത് സയന്റിഫിക് ടെമ്പർ വേണമെന്നൊക്കെയാണ് പറയുന്നത്. എന്ത് സയന്റിഫിക് ടെമ്പറിനെ കുറിച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത്? സയന്റിഫിക് ടെമ്പർ പഠിപ്പിച്ച് ഭൂമി ഉരുണ്ടും കൂടി എല്ലാം കൂടി താഴെ വരുമ്പോൾ ഒരു സയൻസും അവിടെ ഫലവത്താവുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യന്റെ ദുഃഖങ്ങൾ തീർക്കാൻ, അവിടെ മനുഷ്യന് ചേർന്ന് നിൽക്കുവാനും, മനുഷ്യനെ സ്നേഹിക്കുവാനും, മനുഷ്യന് സഹകരിക്കുവാനും ഒക്കെ കഴിയുന്ന മനുഷ്യ മനസ്സുകൾ ഉണ്ടാവുമ്പോഴാണ് അതൊക്കെ നടക്കുന്നത്. എന്തായാലും ഇങ്ങനെ ധാരാളം കഥാപാത്രങ്ങൾ, എണ്ണം പറഞ്ഞ കഥാപാത്രങ്ങൾ, ഓരോന്നിനും പ്രാധാന്യമുള്ള ഇതിഹാസം എന്ന് പറയുന്നത് അതിന്റെ ധർമാർത്ഥ കാമമോക്ഷേണു കഥായുക്തം പുരാവൃത്തം ഇതിഹാസം പ്രത്യക്ഷത എന്നാണ്. മനുഷ്യന്റെ ജീവിതത്തിന്റെ ധർമാർത്ഥ കാമമോക്ഷങ്ങളെ, പുരുഷാർത്ഥങ്ങളെ വർണ്ണിക്കുന്നത് എന്താണോ അതാണ് ഇതിഹാസം. അപ്പൊ മനുഷ്യന്റെ കഥ വർണ്ണിക്കുമ്പോൾ ഇതില് അനേക കഥാപാത്രങ്ങളുണ്ട്. അതിനകത്ത് ഒരാളെ കംപ്ലീറ്റ് മാനായിട്ട് രാമനെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരാള് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരാളെ കാണിച്ചാലാണല്ലോ കംപ്ലീറ്റ് മാൻ ആരാണെന്ന് കാണിക്കാൻ പറ്റുള്ളൂ. ഒരു താരതമ്യം ആവശ്യമല്ലേ? ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരാൾ വേണം, എങ്കിൽ മാത്രമാണ് ഈ കാവ്യകാരന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരാളെ കാണിക്കാൻ കഴിയുള്ളൂ. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരാളെ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമുണ്ട്, രാവണനാണ്. രാമനേക്കാൾ കൂടുതലായിട്ട് മനുഷ്യൻ പഠിക്കേണ്ട ഒരു വ്യക്തിത്വം രാവണനാണ്. രാമൻ ഈശ്വരതുല്യനാണ്. രാമനെ കുറിച്ച് കൂടുതൽ നമുക്ക് പഠിക്കുകയോ മനസ്സിലാക്കുകയോ ഒക്കെ ചെയ്യുന്നതിനൊക്കെ കൂടുതൽ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ജീവിതത്തെ സുസജ്ജമാക്കണമെങ്കിൽ, സ്വസ്ഥമാക്കണമെങ്കിൽ രാവണൻ ആരായിരുന്നു, രാവണൻ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതാണ് രാമായണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രാവണനെ കുറിച്ച് പറഞ്ഞാല് നമ്മൾ കേട്ടിട്ടുണ്ട്, 10 തലയുണ്ട്, 20 കൈയുണ്ട്, ഇങ്ങനെയുള്ള സംഭവമൊക്കെ കേട്ടിട്ടുണ്ടില്ലേ? ഒരിക്കൽ ക്ഷേത്രത്തില് ഞാൻ പ്രഭാഷണത്തിന് പോയി, രാമായണ മാസാണ്. അപ്പൊ ഒരു കൊച്ചനോട് ചോദിച്ചു,
ചേട്ടാ എന്താണ് മോനെ, അന്ന് ഇത്ര താടിയൊന്നും ഇല്ലട്ടോ എനിക്ക്. എന്താണ് മോനെ, എനിക്കൊരു സംശയമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താണ് സംശയം? ഈ രാവണന് 10 തലയുണ്ടോ? ഉവ്വ. ഓ, രാവണന് ജലദോഷം വന്ന ചുറ്റിപ്പോട്ടോ. ഇങ്ങനെ ഈ കൊച്ചിന്റെ സംശയമാണ്. അങ്ങനെയൊക്കെ കുട്ടികൾ ചിന്തിക്കുന്നുണ്ട്, വലിയ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. രാവണന് 10 തല, ഇതൊരു ഒരു ഫാബ്രിക്കേറ്റഡ് ഇമേജ് ആണ് എന്നുള്ള തരത്തിൽ. പക്ഷെ ഈ സിംബോളിസം ആണ് ഭാരതത്തിന്റെ കൃതികളിലൂടെ. ഇപ്പൊ ഈ ജേക്കബ് സാറ് എനിക്ക് തന്നിരിക്കുന്ന, എന്നെ അത്ഭുതപ്പെടുത്തി ജേക്കബ് സാറ്. ഈ ജേക്കബ് സാറ് ഡോക്ടർ ജേക്കബ് ഇടു എന്ന് പറയുന്ന അദ്ദേഹം സംസ്കൃത സർവകലാശാലയുടെ സെക്രട്ടറി, ഇത് രജിസ്ട്രാറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. പൂർവ്വകാലത്ത് അദ്ദേഹത്തിന് ജോലിക്ക് മുന്നേ ഈ കോതമംഗലത്തെ അക്കാഡമികളിൽ അധ്യാപകനായിരുന്നു. ഈസ് ആൻ അക്കാഡമിഷ്യൻ. ഇതൊക്കെ എനിക്കറിയാം. ഡോക്ടറേറ്റ് ഉണ്ടെന്ന് അറിയാം. ഏത് സബ്ജക്റ്റിലാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു. ആ സബ്ജക്റ്റ് എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. കൂടിയാട്ടം എന്ന് പറയുന്ന ആർട്ടിലാണ് അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ്. നമസ്കരിക്കുന്നു ഞാൻ. കാരണം ലിറ്റററി ഡോക്ടറേറ്റ് എടുക്കാൻ വളരെ എളുപ്പമാണ്. ഏതെങ്കിലും ഒരു, ഇപ്പൊ ഷേക്സ്പിയറിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഡോക്ടറേറ്റ് എന്ന് പറയുന്ന, ഷേക്സ്പിയറിന്റെ ഫോർ ഗ്രേറ്റർ ട്രാജഡീസ് എന്ന് പറയുന്ന സാധനം എടുത്ത് വെച്ചിട്ട് അതിനെക്കുറിച്ച് ഡീപ്പസ്റ്റ് പഠനം എടുത്ത് അങ്ങനെ വെച്ചു കഴിഞ്ഞാല് ഡോക്ടറേറ്റ് അവാർഡ് ഉണ്ടാവും. കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ആർട്ടുകളെ കുറിച്ച് ഗഹനമായിട്ട് പഠിക്കുകയും അതിനെ നിരീക്ഷിക്കുകയും അതിന്റെ സോഷ്യൽ പെരിഫറൽ ഏരിയയെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്ത് ഗ്രന്ഥം സമർപ്പിക്കുമ്പോഴാണ്, അതിന് ബേസ് ചെയ്താണ് ജേക്കബ് സാറിന് ഡോക്ടറേറ്റ് എന്ന് പറയുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ, എനിക്കത് വായിക്കണം. ഇനിയുള്ള എൻ്റെ അടുത്ത ദിവസങ്ങളിലുള്ള സാഹസം അതാണ്. എനിക്ക് വായിച്ചാൽ മനസ്സിലാവുമെന്ന് തന്നെ എനിക്കറിയാൻ പാടില്ല. എങ്കിലും ഞാൻ വായിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഐ ലൈക്ക് ഇറ്റ്. എൻ്റെ പ്രിയ ഗുരുനാഥന്റെ പുസ്തകമാണ്. സന്തോഷം. എന്തായാലും അങ്ങനെയുള്ള എഴുത്തുകളൊക്കെ ഉണ്ട്. അതാ അവിടെ നിൽക്കട്ടെ. ഈ ഞാൻ പറഞ്ഞു വന്നത്, രാവണൻ അതുല്യ പ്രതിഭയായിരുന്നു എന്നുള്ളതാണ്. 10 തല എന്ന് പറഞ്ഞ 10 തലയുടെ ബുദ്ധി, ഇന്റലിജൻസ്. ആ കാലത്ത് രാവണനെ വെല്ലുന്ന ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാള് ഈ ഭൂഖണ്ഡത്തിൽ ഇല്ല. ദാറ്റ് ഈസ് റിയാലിറ്റി. അതിശക്തനായിട്ടുള്ള, അതിബുദ്ധിശാലിയായിട്ടുള്ള ആളായിരുന്നു രാവണൻ ഇന്റലിജൻസിന്റെ കാര്യത്തിൽ. ചെറിയ ആളൊന്നുമല്ല. അതുപോലെ തന്നെ എങ്ങനെ മനുഷ്യൻ തകരുന്നു എന്നുള്ളതാണ്. ഈ രാമായണം നമ്മൾ വായിച്ചു വരുന്നുണ്ടല്ലോ. രാമായണത്തിൽ ഞാൻ എല്ലാ വർഷവും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ എന്നൊക്കെ രാമായണം വായിച്ചിട്ടുണ്ടോ അന്നൊക്കെ എന്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീര് താഴെ വീണിട്ടുണ്ടെങ്കിൽ അത് രാമനെ ഓർത്തല്ല. ഈ കരുത്തനായ രാവണൻ സർവ്വതും തകർന്ന് തരിപ്പണമായി സ്വന്തം ഭാര്യയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് പറയുന്ന ഒരവസ്ഥയുണ്ട്, എല്ലാം നശിച്ചു, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു ഭൂമിയിൽ അന്ന് ജീവിച്ചിരുന്ന മനുഷ്യരില് ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതുപോലെ ധൈര്യം, ബ്രേവറി. എനിക്കില്ലാത്തതും പട്ടാളക്കാർക്ക്, എന്റെ സഹോദരനടക്കമുള്ള സൈന്യർക്കുള്ളതുമായ ഒരു സാധനമാണ് ബ്രേവറി. എൻ പിള്ള സാർ ഒരിക്കലും പറഞ്ഞു, പിള്ള, നാടകാചാര്യനായ എൻ പിള്ള പറഞ്ഞു, ഭീരുക്കളായ മനുഷ്യർക്ക് ചാരി നിൽക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മതിലാണ് ഈശ്വര സങ്കല്പം എന്നുള്ളത് സത്യമാണ്. ഞാനൊരു ഭീരു ആയതുകൊണ്ട് ഈശ്വരനെ വിചാരിച്ച് ജീവിക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്കൊക്കെ ചാരി നിൽക്കാൻ മതിലുകൾ ആവശ്യമാണ്. ചാരി നിൽക്കാൻ മതിലുകളൊന്നുമില്ലാത്ത മനുഷ്യരെയാണ് നമ്മൾ കുറച്ചു മുമ്പ് ആരാധിച്ചത്, ആദരിച്ചത്. അവിടെ നിൽക്കട്ടെ. എന്തായാലും ബ്രേവറിയുടെ കാര്യത്തിൽ ധൈര്യം, എന്തിനെ നേരിടാനുള്ള ധൈര്യമായിരുന്നു രാവണനുണ്ടായിരുന്നത്. സ്ട്രെങ്ത്, ആ ധൈര്യം, ഇന്റലിജൻസ് മാത്രമല്ല, ധൈര്യം മാത്രമല്ല, സ്ട്രെങ്ത്, സമ്പന്നത. സമ്പന്നനായിരുന്നു ലങ്കാധിപതിയായിട്ടുള്ള ആള്. അതുപോലെ ഇപ്പൊ നമ്മുടെ ഈ മനുഷ്യന്റെ ഗുണങ്ങളിലൊന്ന് സംഗീതത്തെയും സാഹിത്യത്തെയും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വൈകാരികത. മനസ്സിലായോ? സെൻസിറ്റിവിറ്റി എന്ന് പറയും. സെൻസിറ്റീവ് ആയിരിക്കണം. സാഹിത്യത്തെ മനസ്സിലാക്കണമെങ്കിൽ ഒരു സെൻസിറ്റിവിറ്റി വേണമെന്ന് പറയില്ലേ? ഇദ്ദേഹം വളരെ സെൻസിറ്റീവ് ആയിരുന്നു രാവണന് വലിയ സംഗീത വാദക കലയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. സംഗീതജ്ഞനായിരുന്നു. അന്നത്തെ കാലത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്ന രുദ്രവീണ എന്ന് പറയുന്ന ഒരു സാധനം, ഇന്നത് ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. രുദ്രവീണയിൽ വളരെ പ്രാഗൽഭ്യം ഉണ്ടായിരുന്ന ആളാണ് രാവണൻ. ഇങ്ങനെ ഒരു മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ, അതുപോലെ മറ്റൊരു ഞാൻ കുറിച്ചിട്ടുണ്ട് രാവണന്റെ ക്വാളിറ്റീസ് എനിക്ക് ഞാൻ മനസ്സിലായത്. അതുപോലെ ഡിവോഷൻ,
മ്യൂസീഷ്യനായിരുന്നു. സംഗീതം ഇഷ്ടപ്പെടുകയും സംഗീത ഉപകരണങ്ങൾ പാചകം ചെയ്യുകയും ചെയ്യുന്ന ആളായിരുന്നു. അതുപോലെ ഡിവോഷൻ, ഈശ്വര പ്രാർത്ഥന, മഹാ തപസ് ചെയ്ത് പരമേശ്വരനെ വരെ പ്രത്യക്ഷപ്പെടുത്തിയ ആളാണ്. ചെറിയ ആളൊന്നുമല്ല. മഹാ തപസ് ചെയ്ത് ശ്രീപരമേശ്വരനെ വരെ പ്രത്യക്ഷപ്പെടുത്തി വരം നേടിയ ഡിവോഷൻ, ഈശ്വരനോടുള്ള അദമ്യമായിട്ടുള്ള ഭക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഡിവോഷൻ. ആ ഡിവോഷൻ ഉണ്ടായിരുന്ന ആളാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരാള് തകർന്നു തരിപ്പണമായി. ജീവിതത്തിലെ ഇത്രയും ക്വാളിറ്റീസ് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മളിൽ എല്ലാവർക്കും ഉണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എന്തുകൊണ്ടാണ് മനുഷ്യര് ഈ കഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്യാതെ ദുഃഖത്തിന് വിധേയമാകുന്നത്? അതിന് ഭാരതത്തിന്റെ ഫിലോസഫിക്കൽ കോൺസെപ്റ്റ് പറയും, കർമ്മം എന്ന് പറയുന്നതാണ്. നമ്മൾ ചെയ്യുന്ന ഒരു 99% കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കയ്യിലിരിപ്പുകൊണ്ടാണ്. അതിന് ഉത്തരം കാണാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ്. അല്ലാത്ത ഒരു 1% എന്ന് പറയുന്ന പ്രകൃതിയുടെ ദുരന്തങ്ങൾ ഇപ്പൊ വയനാട്ടിൽ സംഭവിച്ചു. ഇത് ഭൂമിയില് ഇപ്പൊ നമ്മൾ കുറച്ച് സ്പാനിൽ ജീവിക്കുന്നതുകൊണ്ട്, എവിടെയെങ്കിലും മലയിടിയുന്നത് കൊണ്ട് നമ്മൾ അതിനുള്ള കാരണങ്ങളൊക്കെ കണ്ടറിയും. ഭൂമിയിൽ എല്ലാ കാലത്തും ഇങ്ങനെയാണ്. ഇനിയിപ്പോ ഒരു 2-3 നൂറ്റാണ്ട് കഴിയുന്നതിനുള്ള അടുത്ത പ്രതിഭാസം വരുന്ന ഇപ്പോഴേ ശാസ്ത്രലോകം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ 93 കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ പഠിക്കുമ്പോൾ ഈ പരിസ്ഥിതി പ്രവർത്തകരും പരിസ്ഥിതി ശാസ്ത്രജ്ഞരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, എറണാകുളം പ്രദേശങ്ങൾ കടലെടുത്തു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അറബിക്കടലിൽ ഇങ്ങനെ വെള്ളം കൂടി വരികയാണ്. ഗ്ലാസിയേഴ്സ് ഒക്കെ അരിഞ്ഞ് ചൂട് കൂടുന്തോറും ഗ്ലാസിയേഴ്സ് ഇല്ലാതെ വരുന്നു. അതുകൊണ്ട് കടലിലെ ജലനിരപ്പ് കൂടും. കോസ്റ്റൽ ഏരിയകൾ പോകുന്ന 93-ലൊക്കെ ഇത് പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അന്ന് ഞങ്ങളിത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും ഭൂമിയിൽ ഇത്തരം പ്രതിഭാസങ്ങൾ? ഇപ്പൊ സംഭവിക്കും. ഇനി ഒരു 2 നൂറ്റാണ്ട് കഴിഞ്ഞു വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച്, 2-3 നൂറ്റാണ്ട് കഴിഞ്ഞു വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു അസ്ട്രോണമിക്കൽ പഠനം വന്നിട്ടുണ്ട്. എന്താന്ന് വെച്ചാല്, ആഫ്രിക്കയിൽ നിന്ന് ഒരു വൻകര വേറിട്ട് മാറുന്നു. ഭൂമിക്കടിയിൽ പ്ലേറ്റ്ലെറ്റുകൾ വിള്ളൽ വന്നുകൊണ്ട് ഭൂമിക്കടിയിൽ വന്നിരിക്കുന്ന ആ വിള്ളൽ മേളിലേക്ക് വന്ന് ആഫ്രിക്കയുടെ ഘാന അടക്കമുള്ള പ്രദേശങ്ങൾ ഇടിഞ്ഞു മാറി ഈ ഇന്ത്യയുടെ ഭാഗത്തേക്ക് നീങ്ങുകയാണ്. ഈ നീങ്ങി കഴിയുമ്പോൾ നമുക്ക് തോന്നുന്ന അവിടുന്ന് ഒരു സാധനം വന്ന് ഇവിടെ ചേർന്നിരുന്ന് കുറേ കൂടെ ഭൂമി കിട്ടും, നമുക്ക് അത്യാവശ്യമായിട്ട് കപ്പ കൃഷി ചെയ്യാന്നുള്ള ചിന്തയല്ല. ആ വരുന്ന ഒറ്റ ഇടിയിൽ സംഭവിക്കാൻ പോകുന്നത് എവറസ്റ്റ് പോലെ മറ്റൊരു പർവ്വതം കേരളത്തിന്റെ ടെറിട്ടറിയിൽ ഉണ്ടാവും. പണ്ട് നമ്മുടെ ഭൂമിയിലെ ഏറ്റവും അവസാനം ഉണ്ടായ പ്രദേശമാണ് ഹിമാലയം. അതാണ് ഈ ഉത്തരാഖണ്ഡിലൊക്കെ ചുമ്മാ ചെറിയ മഴ പെയ്തവരെ ഇടിഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ ഏറ്റവും അവസാനം ഉണ്ടായ ഭൂപ്രദേശമാണ് നമ്മുടെ ഈ പശ്ചിമഘട്ടം. ഏറ്റവും അവസാനം രൂപപ്പെട്ടതാണ്. ഈ പ്ലേറ്റ്ലെറ്റുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് പർവ്വതങ്ങളായി രൂപപ്പെട്ട ഏറ്റവും അവസാനം. അതുകൊണ്ടാണ് അതിന്റെ മണ്ണിന് ഉറപ്പില്ലാത്തത്. അതുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാത്തതിന്റെ ഒരു പ്രശ്നങ്ങൾ നമുക്കുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു വന്ന രാവണനെ കുറിച്ചാണ്. പല വിഷയങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് ഇതിലൂടെയൊക്കെ എന്റെ മനസ്സ് കടന്നു പോകുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇതിനു മുന്നേ കഴിഞ്ഞതിനെ കുറിച്ച് പറയുന്നത്. എന്തായാലും ഈ എന്തുകൊണ്ട് ഇത് ഇത്രയും, അതായത് ധൈര്യമുള്ള, സമ്പന്നതയുള്ള, ബുദ്ധിശാലിയായിട്ടുള്ള, സർവശാസ്ത്രങ്ങളിലും ആയുർവേദ പണ്ഡിതനായിരുന്നു, ആയുർവേദ കൃതികളൊക്കെ ഉണ്ട്. രാവണൻ എഴുതിയ സ്തോത്രങ്ങൾ സംസ്കൃതത്തിലുണ്ട്, ശിവ സ്തോത്രങ്ങൾ, ഇതൊക്കെ ഉണ്ട്. ഈ ശിവതാണ്ഡവ സ്തോത്രം എന്ന് പറയുന്ന ഒരു സാധനം യൂട്യൂബിലൊക്കെ ഉണ്ട്. ബിജു നാരായണനൊക്കെ ചൊല്ലിയതൊക്കെ ഉണ്ട്. ഇത് എഴുതിയ ആള് രാവണനാണ്. ഇങ്ങനെ അതിഗാംഭീര്യമുള്ള വ്യക്തിത്വമായിരുന്നു. പക്ഷെ അദ്ദേഹം ജീവിതത്തിൽ പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണ് പരാജയം എന്ന് ചോദിച്ചാല് വേറൊന്നുമില്ല, പരമപുച്ഛമായിരുന്നു എല്ലാരും. ഈ കരുത്തൊക്കെ ഇങ്ങോട്ട് കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ രാവണന്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവം, നമുക്കെല്ലാവർക്കും സ്വഭാവ നന്മകൾ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ ഇവിടെ നിന്ന് ഈ രാമായണം പറയുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പൂർണ്ണനായി നന്മയുള്ള മനുഷ്യനാണ്? അങ്ങനെ ഇല്ല. അങ്ങനെ ഒരു മനുഷ്യനേ ഇല്ല ഈ ഭൂമിയില്. നന്മയും തിന്മയും നമ്മളിൽ തന്നെ ഉണ്ട്. ഈ രാമനും രാവണനും എല്ലാം നമ്മളിൽ തന്നെ ഉണ്ട്. ഈ ഈശ്വരനും അതായത് മറ്റേ ദേവന്മാരും അസുരന്മാരും എല്ലാം നമ്മുടെ മനസ്സിന്റെ ഭാഗങ്ങളായിട്ടുണ്ട്. എപ്പോ വേണമെങ്കിലും ഇത് പുറത്തു വരും. അപ്പൊ ഈ രാവണന് ഇത്രയും കരുത്തുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ രാവണന്റെ ഒരു കുഴപ്പമുണ്ടായിരുന്നു, രാവണൻ ആരോഗ്യണ്ടായിരുന്നു. എന്തിനെ പരമപുച്ഛമായിരുന്നു രാവണന്. ഒന്നിനെ അംഗീകരിക്കില്ല. കാരണം അത്രയും ബലശാലിയാണ്. അഹങ്കാരം, ഭയങ്കര അഹങ്കാരിയായിരുന്നു.
ആര് പറഞ്ഞാലും അനുസരിക്കില്ല. സഹോദരന്മാരൊക്കെ പറഞ്ഞു, നിങ്ങൾ ഈ വിചാരിക്കുന്നവട്ടല്ല രാമൻ. രാമന്റെ അടുത്ത് ഈ സീതയെ പിടിച്ചോണ്ട് വരാൻ തന്നെ കാരണം അതാണ്. സഹോദരിമാരൊക്കെ പലരും ഉപദേശിക്കുകയും കൂടെ ചെയ്യുമല്ലോ. ഏറ്റവും വലിയ കുഴപ്പം ഉപദേശിച്ച് നന്നാക്കാൻ വേണ്ടി കുറെ പേരുണ്ടാവും നോമ്പ് ചുറ്റും. ഇത്രയും സുഖസമ്പന്നതയിൽ ജീവിച്ച രാവണനോട് പരമസുന്ദരനാണ്. പരമസുന്ദരൻ. രാമനേക്കാളൊക്കെ ഭയങ്കര സുന്ദരനാണ് രാവണൻ. ഈ പരമസുന്ദരനായിട്ടുള്ള രാവണനോട് രാവണന്റെ സഹോദരിമാര് പറഞ്ഞു, എടാ രാവണ, ഈ സീത എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്. ഈ സ്ത്രീയെ നീ നിന്റെ അന്തപുരത്തിൽ കൊണ്ടുവരണം. എന്നാൽ മാത്രമാണ് നിന്റെ ഈ സമ്പന്നത പൂർണ്ണമാവുള്ളൂ എന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ചാണ് ഈ തട്ടിക്കൊണ്ടുപോകുക നടത്തുന്നത്. ഇതും കഴിഞ്ഞിട്ട് ഈ എല്ലാരും പറയും, ചെയ്ത തെറ്റായി പോയി, തിരിച്ചേൽപ്പിക്കുക. രാമൻ എന്ന് പറയുന്ന ആ പതിയോട് മാപ്പ് പറഞ്ഞ് നിങ്ങൾ സ്വയം രക്ഷ നേട് എന്ന് പറയുമ്പോൾ സമ്മതിക്കില്ല. കാരണം എന്നാ, സൈന്യം ഒരു സ്ഥലത്ത്, എല്ലാ സംവിധാനങ്ങളും മറ്റൊരു സ്ഥലത്ത്, ആരെയും വെല്ലുവിളിക്കാനുള്ള ധൈര്യം ഇതൊക്കെ ഉണ്ട്. അപ്പൊ അറോഗന്റ് ആയിരുന്നു എന്നുള്ളതാണ്. പിന്നൊന്ന് അത്യന്തം മറ്റൊരു സ്വഭാവം, ഗ്രീഡിനെസ്, ഡസ്റ്റ്. എന്ത് പറഞ്ഞാലും എല്ലാം എനിക്ക് വേണം എന്നുള്ള ചിന്ത നമ്മളിലല്ലേ ഇത്. ഭൂരിഭാഗം നിങ്ങൾ കണ്ടില്ലേ ആധുനിക രാവണന്മാരെ? ഈ രാഷ്ട്രീയോ ബിസിനസ്സോ ഒന്നും അല്ലാട്ടോ ഞാൻ ഈ പറയുന്നത്. ഞാനിങ്ങനെയുള്ള ധാരാളം മനുഷ്യരെ ഈ ലോകത്ത് കാണുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് 5000 കോടി രൂപ മുടക്കി മകന്റെ കല്യാണം നടത്തിയ അംബാനി എന്നെ അത്ഭുതപ്പെടുത്തി. ആ അംബാനിക്ക് 5000 കോടി രൂപ മുടക്കി ഒരു കല്യാണമാണ് നടത്തിയത്. നിങ്ങൾക്കറിയോ, ജംഷഡ്ജി ടാറ്റയുടെ ആ ടാറ്റ ഗ്രൂപ്പ്, ഇന്ത്യക്ക് ടാറ്റ ഗ്രൂപ്പ്, ആ ടാറ്റ എന്ന് പറയുന്ന മനുഷ്യൻ, ഇപ്പോഴത്തെ രത്തൻ ടാറ്റ, അദ്ദേഹം ഈ 5000 രൂപ മുടക്കി കല്യാണം നടത്തി എന്നുള്ളത് ഇവിടുത്തെ വിഷ്വൽ മീഡിയ മുഴുവനും, അതുപോലെ ഇവിടുത്തെ സോഷ്യൽ മീഡിയ മുഴുവനും ആഘോഷത്തിമിർപ്പായിരുന്നു. ഒരു മുതലാളി 5000 രൂപ മുടക്കി 5000 കോടി രൂപ മുടക്കി കല്യാണം നടത്തി. 112 ബില്യൺ ഡോളർ, 112 ബില്യൺ ഡോളറാണ് ടാറ്റ ഗ്രൂപ്പ് ഇതുവരെ ചാരിറ്റി ചെയ്തത്. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? ഈ രത്തൻ ടാറ്റ എന്ന് പറയുന്ന മനുഷ്യന്റെ ഉടമസ്ഥതയിലുള്ള, അല്ലെങ്കിൽ ആ ടാറ്റ ഗ്രൂപ്പ് ഇന്ത്യക്ക് വേണ്ടി ചാരിറ്റി ചെയ്ത് ആരെങ്കിലും അറിഞ്ഞോ? ഇതാണ് ഈ രാമത്വവും രാവണത്വവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോഴും ഉണ്ട് ഇങ്ങനെയുള്ള മനുഷ്യര്, ആർഭാടം, ധാരാളിത്തം, ഇതൊക്കെ ചെയ്തുകൊണ്ട് ഞങ്ങളാണ് പ്രമാണിമാരെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വം. ഇത് രാവണന്റെ സ്വഭാവമായിരുന്നു. അതുപോലെ ക്രൂവൽറ്റി, ക്രൂരത, എന്ത് ക്രൂരതയും ചെയ്യാൻ ഒരു മടിയുണ്ടായിരുന്നില്ല. രാവണന്റെ ബുദ്ധിയൊന്നും അതിന് ഹേതുവായിരുന്നില്ല. അതുപോലെ ഈഗോയിസം, ഞാനെന്ന ഭാവം, ഇങ്ങനെ പല ഡിസ്ക്വാളിറ്റീസും ഉണ്ടായത് കൊണ്ടാണ് ഇത്രയും ടാലന്റ് ഉണ്ടായിട്ടും രാവണൻ ഒന്നും അല്ലാതെയായി മാറി. വാൽമീകി കൃത്യമായിട്ട് രാമായണത്തില് എഴുതി ഈ സമൂഹത്തിന് സമർപ്പിച്ചു. ഇങ്ങനെയൊന്നുമല്ലാത്ത, ത്യജിക്കുന്ന മനസ്സുള്ള, രാജ്യം തന്നെ വേണ്ട എന്ന് മറിച്ച മനസ്സുള്ള അങ്ങേരാണ് കംപ്ലീറ്റ് മാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഇക്വേഷനാണ് രാമായണത്തിന്റെ ഒരു സ്പേസ്, ഒരൊറ്റ സ്പേസ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ അനേക കഥാപാത്രങ്ങളിലൂടെ മനുഷ്യ ജീവിതത്തിന്റെ അവസ്ഥാന്തരങ്ങളെയും അവസ്ഥകളെയും കോറിയിട്ടിരിക്കുന്ന അതിമനോഹരമായ ഗ്രന്ഥം. ഇന്നും ലോകത്താകെ പിറന്ന 4 ഇതിഹാസങ്ങളാണ്. 4 ഇതിഹാസങ്ങൾ. 5ാമത് ഇതിഹാസം രചിക്കാൻ പിന്നീട് വന്ന കോടാനുകോടി മനുഷ്യർക്ക് കഴിഞ്ഞിട്ടില്ല. ഹോമറിന്റെ രണ്ടെണ്ണം, വ്യാസന്റെ ഒരു ഇതിഹാസം, അതുപോലെ വാൽമീകിയുടെ രാമായണം. അതിനകത്ത് ആദികാവ്യം എന്നറിയപ്പെടുന്നത് രാമായണമാണ്. ലക്ഷണയുക്തമായ ആദ്യത്തെ കാവ്യം. ആ കാവ്യത്തിലൂടെ അദ്ദേഹം കോറിയിട്ടത് പച്ചയായ മനുഷ്യ ജീവിതത്തില്, പച്ചയായ മനുഷ്യനായിട്ട് എങ്ങനെ സ്വസ്ഥവും സമാധാനപരമായിട്ട് ജീവിക്കണം, അതിന് എന്തൊക്കെ നമ്മൾ ത്യജിക്കേണ്ടി വരും. രാജ്യം ത്യജിക്കേണ്ടി വരാം, ഭാര്യയെ ത്യജിക്കേണ്ടി വരാം. ഇങ്ങനെ ജീവിതത്തിന്റെ പല ത്യജിക്കലുകൾ നടത്തിക്കൊണ്ട് ധർമ്മിഷ്ഠനായ മനുഷ്യനായി ജീവിച്ച രാമനെ ഒരു വശത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും, എല്ലാ ഈശ്വരാനുഗ്രഹങ്ങളും ഉണ്ടായിട്ടും, എല്ലാ കഴിവുകളും ഉണ്ടായിട്ടും അവസാനം എല്ലാം നശിച്ച്, മക്കളും മരിച്ച്, സഹോദരന്മാരെയും കൊലയ്ക്ക് കൊടുത്ത്, സ്വന്തം രാജ്യം തീയിട്ട് നശിപ്പിച്ച്, എല്ലാം നശിച്ചിട്ട് സ്വന്തം ഭാര്യയുടെ മുന്നിൽ ചെന്നുകൊണ്ട്
ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് വിലപിക്കുന്ന അതിശക്തനായ രാവണനെയും നമുക്ക് രാമായണത്തിൽ കാണാൻ കഴിയും. ഇത് മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഗ്രന്ഥം ഒന്നേ ഉള്ളൂ. ഒരിക്കലും മഹാഭാരതം മനുഷ്യ ജീവിതത്തെ സ്വാധീനിച്ചിട്ടില്ല. കാരണം ഒരു ഗ്രന്ഥം ജീവിക്കുന്നു എന്ന് പറയുന്നത് അത് വായിക്കപ്പെടുമ്പോൾ മാത്രമാണ്. ഇന്നും ഈ ഭാരതത്തില് ലോകത്തിലെ 350ഓളം ഭാഷകളിൽ മൊഴിമാറ്റിയിരിക്കുന്ന ഗ്രന്ഥമാണ് രാമായണം. ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വായിക്കുന്നു. നമ്മുടെ നാട്ടില് എല്ലാ വർഷവും ഈ കർക്കിടക മാസത്തിൽ വായിക്കുന്നു. കാരണം രാമൻ ജനിച്ചതിന്റെ ഹോറോസ്കോപ്പ് പറയുന്നത് കർക്കിടക മാസത്തിലാണ്, കർക്കിടകൻ രാശിയിലാണ് രാമൻ ജനിച്ചതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ കർക്കിടക മാസത്തിന് പ്രാധാന്യം വെച്ചുകൊണ്ട് മലയാളികൾ പാരായണം ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ കുട്ടികളെ യഥാർത്ഥത്തിൽ ഇതൊക്കെ വായിക്കേണ്ടത് വയസ്സായവരൊന്നുമല്ല. നമ്മുടെ അക്കാഡമികളിൽ ഇത് പഠിപ്പിക്കാൻ കഴിയണം. നമ്മുടെ കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയണം, വായിക്കാൻ കഴിയണം. ഒന്നുമല്ലെങ്കിലും മലയാളിക്ക് അതിഗംഭീരമായ ഒരു ഭാഷ നൽകിയ ഗ്രന്ഥമാണ് ഈ രാമായണം എന്ന് പറയുന്നത്. മലയാള ഭാഷയുടെ വിവിധ ഭാഷാ അന്തരങ്ങളും ഭാവങ്ങളും ഒക്കെ വർണ്ണിച്ചിരിക്കുന്ന ആ ഭാഷാ വ്യതിയാനങ്ങളും മനസ്സിലാക്കി കൊടുക്കുന്ന ഗ്രന്ഥം. അതിനെ പാരായണം ചെയ്യുവാനും അതിലെ കഥാപാത്രങ്ങളിലൂടെ ഇതിഹാസകാരൻ, കാവ്യകാരൻ ഈ ലോകത്തിന് മുന്നിൽ സമർപ്പിച്ച ഐഡിയൽസിനെ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കാൻ കഴിയുന്ന ഐഡിയൽസിനെ. ഇപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇയാൾ ഇത്രയൊക്കെ വായിച്ചിട്ട് ഇയാളെങ്ങനെ ജീവിക്കണമെന്ന് ചോദിക്കും. പക്ഷെ ഇതൊക്കെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ സ്വാധീനങ്ങളിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എത്രത്തോളം പണം ആർജിക്കുന്നു എന്നുള്ളതല്ല, എത്ര കുറച്ച് പണം മതി നമുക്ക് ജീവിക്കാൻ എന്നുള്ള ഒരു കണ്ടെത്തലാണ് നമ്മുടെ ജീവിതത്തെ സ്വസ്ഥമാക്കുന്നത്. ദാറ്റ് ഈസ് അൾട്ടിമേറ്റ് റൈറ്റ്. ഒരു തർക്കമില്ല. അവസാനം ഞാൻ കണ്ടെത്തി, എനിക്കിപ്പോ കിട്ടുന്ന എന്റെ ജോലിയൊക്കെ ഞാൻ ഇന്ന് 2 വർഷമോടെ കഴിഞ്ഞാൽ റിട്ടയർ ആവും. 2 വർഷമോടെ കഴിഞ്ഞാൽ ഞാൻ യഥാർത്ഥത്തിൽ റിട്ടയർ ആവേണ്ടത് ഇവിടുത്തെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരു മിനിമം ഒരു അണ്ടർ സെക്രട്ടറി ആയിട്ടായിരുന്നു. ഞാൻ ആ ജോലി ഉപേക്ഷിച്ചാണ്. ആ ജോലി ഉപേക്ഷിച്ച് എന്റെ നാട്ടിൽ തന്നെ കിട്ടിയ ഒരു ഗുമസ്തപ്പണിയും കൊണ്ട് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൊമോഷനൊക്കെ വേണ്ടെന്ന് വെച്ചു. കാരണം എനിക്ക് അത്രയും പൈസ മതി ജീവിക്കാൻ, എന്റെ ഫാമിലിക്ക് ജീവിക്കാനും. കുറച്ച് മണ്ണുണ്ട്, അതിനകത്ത് കൃഷി ചെയ്തു സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നു. ഇത്തരം ഐഡിയൽസിലൂടെ ഞാൻ കടന്നു പോയത് കൊണ്ട് ഉണ്ടായ മാറ്റമാണ് എനിക്ക്. ഒരു തർക്കമില്ല. ഇപ്പൊ ഞാൻ ഇക്വേറ്റ് ചെയ്യുന്നത്, പെൻഷൻ പറ്റാൻ പോവാണല്ലോ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ടാബുലേഷൻ നടത്തി. ഒരു 3000 രൂപ ഉണ്ടെങ്കിൽ സുഖസമൃദ്ധമായിട്ട് എനിക്ക് ജീവിക്കാൻ കഴിയും മാസം. ഞാനെന്ന വ്യക്തിക്ക്, ഒരേ ഒരു മനുഷ്യൻ, ഞാനെന്ന വ്യക്തിക്ക് ഒരു മാസം ഒരു 3000 രൂപ ഉണ്ടെങ്കിൽ സുഖസമൃദ്ധമായിട്ട് ജീവിക്കാൻ കഴിയും. ഇതുപോലെ ജീവിച്ചവരാണ് ഡി ബാബു പോൾ, നമ്മളെ മരിച്ചുപോയ ചീഫ് സെക്രട്ടറി. അദ്ദേഹം ഒരിക്കലും ഇന്റർവ്യൂ പറഞ്ഞു, എനിക്ക് ആകെ ഒരു ദിവസം ചെലവ് വരുന്നത് 100 രൂപയാണ്. 75 രൂപയ്ക്ക് ഊണ് കൊണ്ടുപോയി തരും ഹോട്ടലിൽ നിന്ന്. എനിക്ക് 2 നേരം കഴിക്കാനുള്ളത് തന്നെ നിറച്ച് കറിയുണ്ട്, അതിനകത്ത് ഞാൻ മാത്രം ഉപയോഗിക്കുള്ളൂ. ഇത് സിമ്പിൾ ലിവിങ്. ഇതിനകത്തേക്ക് നമുക്ക് എത്താൻ കഴിയും. ഒരു തർക്കമില്ല. നമ്മൾ ഇതിനകത്തൂടെ ഈ അതിഗംഭീരനായി ജീവിച്ച ഈ രാവണന്റെ പതനവും അതുപോലെ അങ്ങേയറ്റം ത്യാഗത്തിലൂടെ ജീവിച്ച രാമന്റെ വളർച്ചയും ഒക്കെ നമ്മളെ സ്വാധീനിക്കുമ്പോൾ നമ്മളും ഈ മണ്ണിൽ ചവിട്ടേക്കും. കാരണം നമ്മൾ കുറച്ചു കാലം ഇവിടെ ജീവിക്കുന്നുള്ളൂ. ഏറ്റവും കൂടി 75 വയസ്സ് അല്ലെങ്കിൽ 80 വയസ്സ്. ഇത്രയും കാലം ജീവിക്കുന്ന നമുക്ക് ഈ ഭൂമിയിൽ ജനിക്കാൻ കഴിഞ്ഞത് തന്നെ ഭാഗ്യം. സജ്ജന സമ്പർക്കങ്ങൾ ഉണ്ടാകാൻ കഴിഞ്ഞത് തന്നെ മഹാഭാഗ്യം. അപ്പൊ സ്വസ്ഥമായിട്ട് സുഖമായിട്ട് നമുക്ക് ജീവിച്ചു പോകാൻ കഴിയും. നമ്മുടെ പ്രകൃതിയെ സ്വീകരിക്കാൻ. ഇപ്പോഴും എല്ലാം തകർത്ത് കഴിഞ്ഞിട്ടും വയനാട്ടിൽ ഒരു ആൽമരം നിൽക്കുന്നുണ്ട്. ആ വൃക്ഷമാണ് ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും അവസാനം ഒരു കരുതലിന് വടം കെട്ടി അപ്പുറം കിടക്കാനെങ്കിലും സഹായിച്ചത്. ആ ഒരു വൃക്ഷം സഹായിക്കുന്ന പോലെ പോലും മനുഷ്യനെ സഹായിക്കാൻ മനുഷ്യന് കഴിയുന്നില്ല. അപ്പോൾ പ്രകൃതി അതൊരു സത്യമാണ്. ആ പ്രകൃതിയെ സ്നേഹിക്കാനും, പ്രകൃതിയുടെ കൂടി കഥയാണ് രാമായണം. അത് പല ക്യാൻവാസ് ഉണ്ട്. ധാരാളം മനുഷ്യ ജീവിതത്തെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന, കടന്നു നടക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥമായിട്ട് രാമായണം ഉണ്ട് നമ്മുടെ മുന്നിൽ. അത് ഒരു ജാതിക്കോ ഒരു മതത്തിനോ ഒരു വിഭാഗത്തിനോ ഒന്നും അവകാശപ്പെട്ടതല്ല. അത് ഈ മനുഷ്യകുലത്തിന് അവകാശപ്പെട്ടതാണ്. മനുഷ്യകുലത്തിൻ്റെതാണത്, മനുഷ്യന്റെ പഠനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതും നമ്മൾ മനസ്സിലാക്കുക. എല്ലാവരും വായിക്കുക, പാരായണം ചെയ്യുക.
ഒരിക്കലും ഒരു മതത്തിന്റെ ഘടനയില്ല. കാരണം ഹിന്ദുക്കളുടെ ഒരു ഗ്രന്ഥമല്ലേ രാമായണം. അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്ത്യാനികളാരും വായിക്കുന്നില്ല, അല്ലെങ്കിൽ ഇസ്ലാം ആരും വായിക്കുന്നില്ല. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല, ഞങ്ങൾക്ക് പഠിക്കാനുള്ളതല്ല എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് സ്വയം ചെയ്യുന്ന ഒരു തെറ്റാണ്. അങ്ങനെയല്ല. ഒരു സാഹിത്യ ഗ്രന്ഥവും ഒരു ഫിലോസഫിക്കൽ ഗ്രന്ഥവും, സോക്രട്ടീസിന്റെ മതം എന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ സോക്രട്ടീസിനെയും പ്ലേറ്റോയെയും അരിസ്റ്റോട്ടിലെ സ്റ്റോയിക്കായിട്ടുള്ള സെനേക്കയും ഒക്കെ എന്റെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം എഴുത്തുകാർ, അവരുടെ ജാതി മതവും അവരേത് കാലത്ത് ജീവിച്ചിരുന്നു ഇതൊന്നും എനിക്കറിയില്ല. അവരുടെ കൃതികൾ വളരെയധികം സ്വാധീനിക്കും നമ്മളെ. അതുകൊണ്ട് രാമായണത്തിന് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. അവിടെ മനുഷ്യന്റെ മൂല്യങ്ങളുണ്ട്, മനുഷ്യ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിനകത്തൊരു സെൻട്രൽ ക്യാരക്ടറായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് രാവണനെയാണ്. എന്തുകൊണ്ട് രാവണൻ തകർന്നു, ഇത്രയും കഴിവുള്ള രാവണൻ എന്തുകൊണ്ട് തകർന്നു എന്നുള്ളത് നിങ്ങൾ എന്ന് പഠിച്ച് മനസ്സിലാക്കുന്നു, അന്ന് നമുക്ക് വലിയൊരു മാറ്റങ്ങൾക്ക് വിധേയമാക്കാൻ കഴിയും നമ്മുടെ ജീവിതത്തെ. എന്തായാലും ഈ അവസരത്തില് ഈ സായാഹ്നത്തില് നിങ്ങളെല്ലാവരെയും എൻ്റെ പണ്ട് സുവർണരേഖയിൽ ഒരു സ്ഥിരം കേൾവിക്കാരനായിരുന്നു ഞാൻ. ഇപ്പോഴും വിജയകുമാരേട്ടന്റെ കഥകളൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ട്, വിദൂഷകൻ.com. നമ്മുടെ കോതമംഗലത്തുള്ള എണ്ണം പറഞ്ഞ എഴുത്തുകാരുണ്ട് കോതമംഗലത്തിന്. വിദൂഷകൻ.com എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതിനകത്ത് വിജയകുമാരേട്ടന്റെ ക്ഷണപ്രഭ കഥകൾ എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ കഥകൾ. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു, നല്ല താങ്ങാണല്ലോ രാഷ്ട്രീയക്കാർക്കിട്ടൊക്കെ. അപ്പോ ഇതൊക്കെ കേൾക്കുകയും നമ്മുടെ നാട്ടിലെ നമ്മുടെ എഴുത്തുകാരെ അവരെയൊക്കെ എല്ലാ മാസവും വിളിച്ചു വരുത്തി ഒരുമിച്ചിരുന്നുകൊണ്ട് അവരുടെ കവിതകൾ പാരായണം ചെയ്യാനും ഒക്കെ സാധിക്കുന്ന സുവർണരേഖ, ആ സുവർണരേഖയുടെ അങ്കണത്തില് ഇന്ന് വരാനും ഇവിടെ ഓമന ടീച്ചർ എന്റെ അധ്യാപിക സ്ഥാനമുള്ള ആളാണ്. ജേക്കബ് ടൂബ് സാറ് എന്റെ ആരാധ്യനായ ഗുരുനാഥനായിട്ട് തന്നെയാണ് ഇപ്പോഴും മനസ്സിൽ എന്റെ സങ്കല്പം. പലപ്പോഴും ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്, സാറേ എന്നെ വിളിക്കില്ലെന്ന്. പക്ഷെ സാറ് കേൾക്കാറില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ അതിമനോഹരമായ ഒരു ഗ്രന്ഥം, കാരണം ആ മനസ്സിന്റെ അറിവും പാണ്ഡിത്യവും നന്മയിൽ ഒക്കെ ആ അക്ഷരങ്ങളിൽ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് തെറ്റായ വിശ്വാസവുമല്ല, കാരണം ജേക്കബ് സാറ് എന്ന് പറയുന്നത് എൻ്റെ ഒരു വിശ്വാസമാണ്. അപ്പോ അതെല്ലാം സ്വീകരിക്കാനും അത് കാണാനൊക്കെ കഴിഞ്ഞതിൽ അങ്ങേയറ്റം നന്ദിയുണ്ട്. നിങ്ങളെല്ലാവരും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഒരു സാധാരണ മനുഷ്യനാണ്, ആ മണ്ണിൽ ചവിട്ടേക്കുന്ന ഒരു മനുഷ്യൻ, ഒരു പണ്ഡിതനൊന്നുമല്ല. പിന്നെ കുറെ പുസ്തകം വായിക്കുന്നു. തമാശയ്ക്ക് പറയാൻ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറെ പുസ്തകം വായിക്കണ്ടാവേ എന്ന് പറയാനുണ്ട്. സത്യമാണത്. വായന, ഈ ഗാഡ്ജറ്റുകൾ നമ്മളെ കീഴ്പ്പെടുത്തി കിടന്ന ഒരു കാലഘട്ടമാണ്. എല്ലാവരുടെയും കയ്യില് ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളും ഇൻഫർമേഷൻ ടെക്നോളജിയും ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ ഈ പുസ്തകങ്ങളെ ഉപേക്ഷിക്കുന്ന ഒരു കാലമാണ്. ഒരിക്കലും അത് ചെയ്യാതിരിക്കുക. കാരണം ആ കറുത്ത അക്ഷരങ്ങളും അതിൻ്റെ ഉള്ളിലുള്ള വെളുത്ത വിടവുകളും എല്ലാം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത് പോലെ ഒരു ഗാഡ്ജറ്റുകൾക്കും സ്വാധീനിക്കാൻ കഴിയില്ല. മറന്നു കിടന്നുകൊണ്ട് പുസ്തകം വായിക്കുകയും ആ പുസ്തകം നെഞ്ചിൽ വെച്ച് ഉറങ്ങുകയും ചെയ്യുന്ന ഒരു ബാല്യവും കൗമാരവും യൗവനവും കടന്നു വന്നവരാണ് ഞാൻ. ഇപ്പോ ഈ ഒരു വാർദ്ധക്യത്തിന്റെ പടിവാതിൽക്കലേക്ക് കാലൂന്നി നിൽക്കുമ്പോഴും ആ ശീലം എന്നെ വിട്ടുമാറാത്തോണ്ടാണ്. അതിന്റെ കരുത്ത് മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ എന്നെ നിർത്തുന്നത്. ഈ രാവണനെ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.